വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എറണാകുളത്ത് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 25 മിനിറ്റ്സ് ഡ്രൈവിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ലൊക്കേഷനിൽ ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു 3 BHK വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. 7 സെൻറ്റ് സ്ഥലത്തിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത്. 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും 3 ഇന്നോവ കാർ പാർക്കിംഗ് സ്പേസോടും കൂടിയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. 1360 സ്ക്വയർ ഫീറ്റ്. ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് 15 കിലോമീറ്ററും കാക്കനാടേക്ക് 19 കിലോമീറ്ററും കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് 5.5 കിലോമീറ്ററും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 18 കിലോമീറ്ററും പെരുമ്പാവൂരേക്ക് 14 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 22 കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷനിലേക്ക് 20 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസായി വരുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. മനോഹരമായ ഈ ഒരു വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ മോഡേൺ ബോക്സി എലിവേഷൻ നൽകി അത്യാവശ്യം ടെക്സ്ചർ പെയിൻറ്റും ടെക്സ്ചർ വർക്കുകളും സ്പോട്ട് ലൈറ്റും സ്കോട്ട് ഓഫ് ഡിസൈനുമാണ് നൽകിയിരിക്കുന്നത്. 4 മീറ്ററിലധികമാണ് ഇന്റേണൽ റോഡ് വരുന്നത്. ടാർ റോഡാണ് നൽകിയിരിക്കുന്നത്. കോമ്പൗണ്ട് വാളിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 2-way ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കോമ്പൗണ്ട് വാൾ പില്ലറിലും ഷോ ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച് വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 3 SUV കാർ പാർക്കിംഗ് സ്പേസ് ആണ് വരുന്നത്. വീടിൻ്റെ ഫ്രണ്ട് സൈഡായ നോർത്ത് സൈഡിൽ തന്നെയാണ് കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത്. വീടിനോട് ചേർന്ന് പ്ലാന്റർ ബോക്സ് നൽകി നാച്ചുറൽ പ്ലാന്റ്സും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ 4 സൈഡും അത്യാവശ്യ സ്പേസ് നൽകി തന്നെയാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വെജിറ്റബിൾ ഗാർഡൻ ഒക്കെ ചെയ്യാൻ ധാരാളം സ്പേസും ലഭിക്കുന്നുണ്ട്. ഈ വീട്ടിൽ കുടിവെള്ളത്തിനായി കിണറാണ് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ ഈസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേസ് ഇവിടെയും നമുക്ക് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. ഈ ഒരു സ്പേസാണ് നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനായിട്ട് വരുന്നത്. ഫുള്ളി ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. കൂടാതെ ഇവിടെയായിട്ട് നമുക്കൊരു യൂട്ടിലിറ്റി സ്പേസ് വരുന്നുണ്ട്. വാഷിംഗ് മെഷീനൊക്കെയുള്ള പോയിന്റ് ഈ ഒരു ഭാഗത്തായിട്ടാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു സിറ്റ് ഔട്ടിൽ 5 ചെയറോളം ഇടാനുള്ള സ്പേസ് വരുന്നുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു സൈഡിലെ വോളിലായിട്ട് ടെക്സ്ചർ പെയിന്റ് വർക്കുകളാണ് വന്നിരിക്കുന്നത്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ പ്ലാവിലാണ് ചെയ്തിരിക്കുന്നത്. 2 പാളികളായിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ വരുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ സ്പേഷ്യസ് ആയ ലിവിങ്ങിലേക്കാണ്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ലിവിംഗ് സ്പേസിന് വലുപ്പമുള്ള ഒരു സോഫ സെറ്റിനും കോഫി ടേബിളിനുള്ള സ്പേസ് വരുന്നുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു ലിവിങ്ങിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. ഭംഗിയെ തന്നെയാണ് TV യൂണിറ്റ് സ്പേസ് വരുന്നത്. ലിവിങ്ങിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ വീടിന്റെ സ്പേഷ്യസ് ആയ ഡൈനിങ്ങിലേക്കാണ്. ഡൈനിങ്ങിന്റെ ഒരു സൈഡിലേക്ക് മാറിയാണ് ഒരു ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു ഡൈനിങ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിന്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ ഒരു കോർണറിലേക്ക് മാറിയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഭംഗിയായി തന്നെയാണ് വാഷ് കൗണ്ടറിന്റെ ഏരിയ വരുന്നത്. സിംബോളോയുടെ ഫിറ്റിംഗ് ആണ് വരുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഈ ഒരു കോർണറിലേക്ക് മാറിയാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ വീട്ടിൽ വീഗാന്റെ വയസ്സും വീഗാന്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ഗ്ലോസി പാറ്റേണിലുള്ള ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് വരുന്നത്. വുഡായിട്ട് പ്ലാവും ആഞ്ഞിലിയുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചന്റെ എൻട്രൻസ് ഭാഗത്ത് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. പാനലിംഗിൽ ഭംഗിയുള്ള 2 ഹാങ്ങിങ് ലൈറ്റും വരുന്നുണ്ട്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിച്ചൺ വരുന്നത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. കൗണ്ടർ സ്പേസിനോട് ചേർന്ന് തന്നെ അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളും വരുന്നുണ്ട്. വലുപ്പമുള്ളൊരു സിങ്കും 2 ടാപ്പും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള സ്പേസ് വരുന്നത്. ഈ ഒരു കിച്ചൺ കൂടാതെ നമുക്ക് ഒരു വർക്ക് ഏരിയ കൂടി ഇവിടെ ലഭിക്കുന്നുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് ഇവിടെയും ഗ്രാനൈറ്റ് ആണ് വരുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. പവർ പോയിന്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 11.5 അടിയിലേറെ നീളവും 11.5 അടി വീതിയുമാണ് ഉള്ളത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു സ്പേഷ്യസ് ആയ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ സ്പേഷ്യസ് ആയ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ സിംബോളോടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഹീറ്റർ എന്നുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന് 13 അടിയോളം നീളവും 10 അടിയിലേറെ വീതിയുമാണ് വരുന്നത്. ഇത് വെസ്റ്റ് സൈഡാണ്. വെസ്റ്റ് സൈഡിലേക്ക് അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടി ഈ ഒരു ബെഡ്റൂമിന്റെ ഈ ഒരു കോർണറിലേക്ക് മാറി ഒരു വാൾഡ്രോബും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഈ സ്പേഷ്യസ് ആയ ബാത്റൂമിലും എല്ലാം തന്നെ സിംബോളോയുടെ ഫിറ്റിംഗ്സ് നൽകി ഹീറ്ററിനുള്ള പോയിന്റ് എക്സ്പോസ്റ്റ് ഫാനും നൽകിയിട്ടുണ്ട്.
ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മാസ്റ്റർ ബെഡ്റൂം സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് വരുന്നത്. 14 അടിയോളം നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് സീലിംഗ് വർക്കുകളോട് കൂടിയാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ ഈ സിംബോളയുടെ ഫിറ്റിംഗ്സ് ഒക്കെ നൽകി ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനും നൽകിയിട്ടുണ്ട്. 7 സെന്റ് സ്ഥലത്ത് 1360 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും വർക്ക് ഏരിയയും 3 സ്പേഷ്യസ് ആയ ഇന്നോവ കാർ പാർക്കിംഗ് സ്പേസോട് കൂടിയ ഈ ഒരു വീടിന് ചോദിക്കുന്നത് 60 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ, പ്ലോട്ടുകൾ, വില്ലകൾ എന്നിവ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേഷൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.